ദിവസങ്ങൾക്ക് ശേഷം എക്സിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഒന്നിനെക്കുറിച്ചും ഒരു പ്രതികരണവുമായും രാഹുൽ ഗാന്ധി ഇതുവരെ എത്തിയിരുന്നില്ല. ഹാർവാർഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘവുമായി സംവദിച്ചതിന് ശേഷം ആ അനുഭവം പങ്കുവച്ചാണ് രാഹുൽ എക്സിലൂടെ തിരിച്ചെത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ആവേശകരമായ അനുഭവമായിരുന്നുവെന്നും ഇന്ത്യയിലെ സ്വേച്ഛാധിപത്യത്തിന്റെ ഉയർച്ചയും ജനാധിപത്യ രാഷ്ട്രീയത്തോടുള്ള വെല്ലുവിളികളും കുട്ടികളുമായി ചർച്ച ചെയ്തുവെന്നുമാണ് രാഹുൽ എക്സിൽ കുറിച്ചത്. അവരെക്കുറിച്ച് വളരെ ഊർജത്തോടെയാണ് രാഹുൽ സംസാരിച്ചത്. ലോകത്തിന്റെ വിഭിന്ന കോണുകളിൽ നിന്നുള്ള ഹാർവാർഡ് വിദ്യാർത്ഥികളുടെ സംഘവുമായി അതിശയകരവും അത്യാകർഷകവുമായ സംഭാഷണം നടത്തി. വിവിധങ്ങളായ വിഷയങ്ങളിൽ ഏറെ ജിജ്ഞാസയുള്ള വിദ്യാർത്ഥികളായിരുന്നു അവർ. ഇന്ത്യയെക്കുറിച്ച് അവർക്കേറെ ചോദിക്കാനുണ്ടായിരുന്നു. സ്വേച്ഛാധിപത്യത്തിന്റെ ഉയർച്ചയും ജനാധിപത്യ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളും ചർച്ച ചെയ്തു. ചൈന ഉയർത്തുന്ന ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികൾക്കൊപ്പം നിർമ്മിത ബുദ്ധി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും ചർച്ചാ വിഷയമായി. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ അവരോട് വിശദീകരിച്ചു. ജനാധിപത്യ മാതൃക, ആളുകളെ കേൾക്കുന്നതിൻ്റെ കരുത്ത്, ഇന്ത്യയുടെ ദാർശനികവും ആത്മീയവുമായ പാരമ്പര്യം തുടങ്ങിയവയിലെല്ലാമുള്ള എൻ്റെ ചിന്താഗതികൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. മിടുക്കരും ആത്മവിശ്വാസമുള്ളവരുമായ ഈ വിദ്യാർത്ഥി മനസ്സുകളെ കേട്ടതോടെ എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ആഗോള അംബാസഡർമാരാകാനുള്ള എക്സ്പോഷറും അവസരവും ലഭിക്കുന്നതിനായി പോരാടാൻ അതെനിക്ക് കൂടുതൽ ശക്തി തന്നുവെന്ന് രാഹുൽ ഗാന്ധി വളരെ ആത്മവിശ്വാസത്തോടെ എക്സിൽ കുറിച്ചു. അതേസമയം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വമ്പൻ തിരിച്ചടിയായിരുന്നു ലഭിച്ചത്. അഭിപ്രായ സർവേ ഫലങ്ങളെ പോലും തെറ്റിച്ചാണ് ഛത്തീസ്ഗഡും പാർട്ടിയെ കൈവിട്ടത്. ഇത് രാഹുലിനെയും പ്രവർത്തകരെയും കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്നാണ് ഭൂരിഭാഗ അഭിപ്രായ സർവേകളും പറഞ്ഞത്. ഇത് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണെന്ന് നൽകിയത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിയായിരുന്നു വിധി വന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അവരുടെ സ്വാധീനം കൂടുതൽ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തെലങ്കാനയിൽ ഭരണം പിടിക്കാനായത് മാത്രമാണ് കോൺഗ്രസിന് ആശ്വസിക്കാൻ വക നൽകിയത്. അന്ന് തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ രാഹുൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും ജനവിധി ഞങ്ങൾ വിനയപൂർവ്വം അംഗീകരിക്കുന്നു. പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം തുടരുമെന്നാണ് രാഹുൽ തോൽവിയെക്കുറിച്ചെന്ന് പ്രതികരിച്ചത്. കോൺഗ്രസിനേറ്റത് താൽക്കാലിക തിരിച്ചടി മാത്രമാണെന്നാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി വീണ്ടും ആ പഴയ ശക്തിയുമായി തിരിച്ചുവരുന്ന ശുഭസൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാക്കലാം എന്ന മട്ടിലാണ് രാഹുലിൻ്റെ ഇപ്പോഴുള്ള ഒരു കാൽവെപ്പും.